നമസ്കാരം, മിലിറ്ററി ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചങ്ങനാശ്ശേരി സെൻറ്റ് ബെർമൻസ് കോളേജിലാണ്. അപ്പോൾ നമ്മൾ SB കോളേജിലെ നീള എന്ന് പറഞ്ഞ നീള പമ്പ അങ്ങനെ പോകുന്നത്. എന്നോട് രാഹുലും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ എക്സിബിഷൻ കണ്ട് പോവാം അല്ലേ? ചോദിച്ചു പോവാം. അതന്നെ, ഭയങ്കര തിരക്കാണ്. ഇത് പൊളിയാണ് കേട്ടോ. നമ്മൾ പോകുന്ന വഴിയാണ് കേട്ടോ, ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. ഭയങ്കര തിരക്കാണ്. ഇനം അരിയെക്കുറിച്ചാണ് ഇവിടെ കണ്ട ഇത് വേറെ ജഗന്നാഥ്, ചുവപ്പ് ചെന്താടി, ഡൽഹി ബസുമതി, വൈറ്റ് ജാസ്മിൻ. അത് പ്രാണിയൊക്കെ ഇത് തന്നെ പിടിച്ചു തരുമെന്ന് പറയണേ ഈ ചെടി. ഏറ്റവും തിന്നായി കട്ട് ചെയ്ത് ഒരു ഗ്ലാസ് ലൈറ്റിൽ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ ലൈറ്റ് പാസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മിനറൽസിനെ കാണാം. ഈ റോക്കിൻ്റെ ശരി. ഇതിൽ ഡിഫറെൻറ്റ് കളേഴ്സിൽ കണ്ടില്ലേ, അതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിനറൽ. ഒരു റോക്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിനറൽ ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് അതിൻ്റെ മിനറൽസ് ഏതാണെന്ന് ഈ മൈക്രോസ്കോപ്പിലൂടെ കണ്ടാലേ മാത്രമേ കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ അല്ലേ? മിനറൽസ് കാണാൻ. ശരി. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. ഒരു വീഡിയോ എടുക്കാൻ തന്നെ ഞങ്ങൾ കുറേ നേരം നിന്നിട്ടാണ് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ ചെറിയ വീഡിയോ എടുക്കുന്നത്. ഭയങ്കര തിരക്കല്ലേ? ഇവിടെ പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. പുറത്തെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതെ. അതായത് കേരളത്തിന് പുറത്തുനിന്നുള്ളവർ വരെ ഇവിടെ വരുന്നുണ്ട് ഈ സംവിത്ത് എന്ന് പറഞ്ഞ പരിപാടി കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും ബാക്കി കുറച്ച് തിരക്കില്ലാത്ത സ്ഥലത്ത് നമുക്ക് നോക്കാം. ഇതൊക്കെ സെയിലിന് വെച്ച സാധനമൊക്കെയാണ്. അതെ. വേണ്ട, ഇത് അടിപൊളി സംഭവങ്ങൾ സെയിലിനാണ്. ബ്യൂട്ടിഫുൾ. 1250 രൂപ അല്ല ഫോർ സെയിൽ. നമ്മുടെ മുള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. ബാംബു ഹാൻഡിക്രാഫ്റ്റ്സ്, പഴയ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സംഭവങ്ങളൊക്കെ പൈസയ്ക്ക് ഇട്ട് വെക്കാനും സ്വർണ്ണങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. പിന്നെ കൂൺ കൃഷിയാണ്. അതിനെക്കുറിച്ച് ഇതിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു ഏണിങ്സ് ഇപ്പോൾ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇതിൻ്റെ അകത്ത് സംഭവം ഇങ്ങനെ കൂണ് ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ. ഒരു ഫ്രോഗും വെച്ചിട്ടുണ്ട്, കൊട്ട സെറ്റപ്പ്. നമ്മുടെ പാവയ്ക്ക, ചേനയുടെ ഇതിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ അതേ മത്തങ്ങ ഉണ്ട്. ഇത് ചേനയല്ലേ? ചേന അടിപൊളി കേട്ടോ. ദിനോസറിനെ ഉണ്ടാക്കി വെച്ചിരിക്കുക. ചേന കട്ട് ചെയ്ത് പീസാക്കിയിട്ട് പാവയ്ക്ക കൊണ്ടിട്ടൊരു ദിനോസർ അല്ല സോറി ക്രോക്കഡൈൽ. അടിപൊളി കേട്ടോ. പിന്നെ ഇതെല്ലാം ഒറിജിനൽ സാധനമാണ്. കാണാൻ നേരത്തെ തന്നെ അറിയാം. പിന്നെ ഇവിടെ ഏത്തപ്പഴം, വാഴക്കുലകൾ ഓരോ ഇത് തന്നെ എഴുതിയിട്ടുണ്ട്. തായ്ലാൻഡ് ചെമ്മട്ടി
ഏറ്റവും ലാർജസ്റ്റ് താരോ ലീഫാണ് ഈ കാണുന്നത്. റെജി ജോസഫ് റാന്നി കളക്റ്റഡ് ഫ്രോം. കൂടുതലും മറ്റ് പച്ചമരുന്നുകളിലൊക്കെ ലഭിക്കുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. വേണ്ട തക്കോലം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, കുരിയിൽ വള്ളി, വരക്, ഞെരിഞ്ഞിൽ, ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അതിനകത്ത് കൊടുത്തിരിക്കും. മഞ്ഞപ്പുല്ലൊക്കെ ഈ ചൂട് സമയത്തൊക്കെ മഞ്ഞപ്പുല്ലൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പായിരിക്കും. ഇത് ഒറിജിനൽ ഇല കേട്ടോ, ഇത് വരച്ചൊന്നുമല്ല. ഇത് ഏകദേശം 20 വർഷത്തോളമായി ഇതിൻ്റെ അടിയിൽ വെച്ചിട്ടാണെന്ന് ഇതൊക്കെ ഉണക്കുന്നത്. ഏകദേശം 20 വർഷമായിരുന്നു ഇതൊക്കെ. ഞാൻ ആദ്യം വിചാരിച്ചത് വരച്ച് വെച്ചിരിക്കുമെന്ന്, പക്ഷേ ഇതിൻ്റെ അകത്ത് കാണുമ്പോൾ ഒറിജിനൽ കേട്ടോ, പക്കയാണ്. ഓക്കെ ഓക്കെ, അതൊരു പുതിയൊരു അനുഭവമാണ്. ഇവരൊക്കെയാണ് ഇത് ഡെമോ ചെയ്ത് തരുന്നത് കേട്ടോ. സ്റ്റാമ്പ് കളക്ഷൻസ്, സ്റ്റാമ്പ് കളക്ഷനോട് താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ അടിപൊളിയാണ്. ഇത് SB കോളേജിലെ തന്നെ ആൾക്കാരുടെ തന്നെ കേട്ടോ. ഇത് മറ്റേ ഇംപ്രഷൻസ്, മറ്റേ ഫോസിലിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഇത് മരത്തിൻ്റെ തടി തന്നെയാണെന്ന് പറയുന്നത്. ഇത് ഓരോ മരത്തിനെ കുറിച്ച് പഠിക്കാനായിട്ട്, ഇപ്പം മഞ്ഞ നങ്കെന്ന് പറഞ്ഞിട്ടൊരു ഈ മരത്തിൻ്റെ തടിയാണ്. നല്ല രീതിയിൽ തന്നെ അത് പഠിക്കാനുള്ളൊരു സൗകര്യത്തിന് വെച്ചിട്ടുണ്ട്. SB കോളേജിലെ സ്റ്റുഡൻസിന് ഓരോരുത്തർക്കും കിട്ടിയ അവാർഡാണ്. പിന്നെ നേരത്തെ വെച്ചിരിക്കുകയാണ്. പൊളി ഈ ചെടിയാണ്. ഒരു 10 വർഷമായെന്നാണ് പറയുന്നത് കേട്ടോ. എല്ലാം ഇതുപോലെ തെങ്ങൊക്കെ ഉണ്ട്, ചെറിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോൺസായി ടൈപ്പ് സംഭവം നേരം അടിപൊളിയാണ്. വർഷമായൊരു ചെടിയാണ്, അടിപൊളി. ജുറാസിക് വേൾഡ്. തേപ്പ് പട്ടി, പഴയ ഓൾ ഇന്ത്യ റേഡിയോയുടെ മൈക്കാന്ന് തോന്നുന്നത്. പേജർ, നമ്മുടെ ഫോൺ വരുന്നതിന് മുമ്പ് യൂസ് ചെയ്യേണ്ടുന്ന പേജർ, ഫസ്റ്റ് മൊബൈൽ ഫോൺ, പിന്നെ ടൈപ്പ് റൈറ്റർ, പിന്നെ പഴയ സോഡാ കുപ്പി ഉണ്ട്, പിന്നെ പഴയകാല റേഡിയോ. പണ്ട് കുറേ പേര് അന്വേഷിച്ച് നടന്ന റേഡിയോ കേട്ടോ, 1 ലക്ഷം രൂപ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ആ ഒരു സംഭവമില്ലേ. ഫോസിൽ, ഹോൺ, പഴയ വണ്ടിയുടെയും പഴയ മറ്റേ ബസ് കണ്ടക്ടർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടിക്കറ്റിൻ്റെ റാക്ക്, പിന്നെ പോലീസ് തൊപ്പി, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പാതാളക്കരണ്ടി കേട്ടിട്ടുണ്ടോ? കുറേ പേര് കേട്ടിട്ടുണ്ടാവും. ഇതാണ് സാധനം. ഒന്നുകൂടി സെറ്റ് ചെയ്യാം. ഇതാണ്. പിന്നെ ബ്രഹ്മം, അതൊക്കെ ആദ്യമായിട്ട് കാണുമോ. നിലം തല്ലി, പഴയ കാലത്തെ തൊട്ടിൽ, അടിപൊളിയല്ലേ. പിന്നെ കുപ്പിയുടെ പുതിയതായിട്ടൊക്കെ നിർമ്മിച്ച പഴയ വസ്തുക്കളിൽ നിന്നും നിർമ്മിച്ച അലങ്കാര വസ്തുക്കളെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പഴയ കുപ്പിയൊക്കെ എടുത്ത് ഒന്ന് സെറ്റപ്പ് ചെയ്തതേ കണ്ട. കമ്പെല്ലാം അടിപൊളിയാണ് കാണാൻ തന്നെ. കാലത്ത് ഉപയോഗിച്ചിരുന്ന വാളാണിത് കണ്ട. പിന്നെ വെള്ളിക്കോൽ, ഇതാണ് വെള്ളിക്കോല. പിന്നെ ഹുക്ക, അറബി നാട്ടിൽ ഉപയോഗിക്കുന്ന അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. റെയിൽവേ സിഗ്നൽ ലൈറ്റ് കണ്ടോ, പഴയ കാലത്ത്. അതിനകത്ത് മറ്റേ ഈ സംഭവത്തിനകത്ത് എന്താണെന്ന് പറയാൻ കത്തിച്ച് വെക്കുക. നമ്മൾ സാധാരണ തിരി കത്തിച്ച് വെച്ചിട്ട് അങ്ങനെ സംഭവം ചെയ്തത്. ഇപ്പുറത്തെ മറ്റേ ഇതാണ്, ഇനി ഡൈനാമോ അങ്ങനെ എന്താ സാധനം, പഴയ സൈക്കിളിൽ വെക്കുന്ന സാധനം ഇപ്പുറത്ത് വെച്ചേക്കുന്നത്. പ്രൊജക്ടർ, മെതിയടി, പിന്നെ ക്യാമറ, പഴയകാലത്തെ യാഷിക്കയുടെയൊക്കെ ക്യാമറ. അതിനകത്ത് മറ്റേ റോളിടാൻ നേരത്ത് അത്രയും മാത്രമേ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. പഴയകാലത്തെ ടൈം പീസ് ക്ലോക്ക്സ്. പഴയകാലത്തെ വണ്ടിയാണ് കേട്ടോ.
റേഡിയോയ്ക്കുള്ള ലൈസൻസ് പഴയത് അല്ലേ. ഇപ്പം അതൊന്നും വേണ്ട, പണ്ട് അങ്ങനെയൊക്കെ വേണമായിരുന്നു. അവരതിനകത്ത് പറയുന്നുണ്ട് വേണ്ട 15 രൂപ 1980 സ്റ്റാമ്പ് പതിപ്പിച്ച് ഉപയോഗിക്കാൻ വേണ്ടി വന്നു. ആറന്മുള കണ്ണാടി. കഴിഞ്ഞ ദിവസം നമ്മൾ ആറന്മുളയിലെ വെള്ളസദ്യ വീഡിയോ ചെയ്യായിരുന്നു, പക്ഷേ ആറന്മുള കണ്ണാടിയെക്കുറിച്ചൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് കാണാൻ പറ്റി. പിന്നെ ഞവര അരി, അതിനെക്കുറിച്ചൊക്കെ പറയാനാണെങ്കിൽ ഇവിടെ കുറേ സംഭവം ഉണ്ട് കേട്ടോ. നമ്മൾ ഓടിച്ചൊന്ന് കാണിച്ചു തരാം. ഇങ്ങനെ തഞ്ചാവൂർ പാവകൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇപ്പോൾ നവരാത്രി ടൈമിൽ കൂടുതൽ അടിപൊളിയായിട്ടുണ്ട്. കുറേ സ്കൂൾ കുട്ടികൾ വന്നിട്ടുണ്ട്. ഇന്ന് സൺഡേ ആണെങ്കിൽ പോലും സ്കൂളിൽ നിന്ന് തന്നെ വന്നിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത് പോകാനുള്ളത് പമ്പ. ആദ്യം നമ്മൾ പോയത് നിളയാണ് കേട്ടോ. ഇനി പമ്പയിലേക്കാണ് കയറാനുള്ളത്. നമ്മുടെ ശംഖുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ. സൈക്കോളജി എവിടെ? ആ ഇത് കണ്ട പൊളി സാധനം. ഹോളോഗ്രാമിൻ്റെ ഒരു കണ്ട കിട്ടിയ സംഭവമാണ്. ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം. ആടാ ഇങ്ങനെ നോക്കാൻ നേരം കേട്ടോ. വേറെ ലെവൽ സാധനം കേട്ടോ. ഇനി ഞാൻ ബ്രൈറ്റ്നസ് കൂട്ടുവാണ്. പോളിഗ്രാഫിനാണ്. കാരണം ഈ നുണ പരിശോധനയുടെ കാര്യമാണത്. നമ്മുടെ ഒരു മച്ചാൻ പറയുന്നത് എന്താണിത്? അതുപോലെ ഇത് അറേഞ്ച് ചെയ്തിട്ട് നമ്മളോട് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ സമയത്ത് നമ്മൾ കള്ളം പറയുകയാണ് നമ്മുടെ പൾസിനും നമ്മുടെ ബ്ലഡ് പ്രഷറിനും ബ്രീത്തിനൊക്കെ വേരിയേഷൻ കാണിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിങ്. പക്ഷേ സൈക്കോപാസി പോലുള്ളവർക്കൊന്നും വർക്ക് ആകത്തില്ല. കാരണം അവർക്ക് അവർ ചെയ്ത കുറ്റത്തെ ഒരു മെൻറ്റാലിറ്റി കാണിയല്ല അവരത് ചെയ്തെന്നുള്ള. സോ അവർക്ക് ഒരു വേരിയേഷൻ കാണിക്കാതെ അവർ വർക്ക് ആകത്തില്ല. ജസ്റ്റ് ഒരു മോഡൽ മാത്രം. പരിശോധന ഇങ്ങനെ കുറേ കാണാമല്ലോ. ഫാഷൻ, ഇൻറ്റിമസി, അതോരോ കാര്യങ്ങളൊക്കെ അതുപോലെ എങ്ങനെ നിർത്തും എന്നൊക്കെ പറഞ്ഞു. ഈ കുറേ നേരം നോക്കിയിരുന്നിട്ട് വേറെ ഇതിൽ നോക്കാൻ നേരത്ത് നമ്മളൊരു 45 സെക്കൻഡ് 60 സെക്കൻഡൊക്കെ നോക്കിയിട്ട് പിന്നെ വേറെ നോക്കിയിട്ട് കാണാൻ പറ്റുമെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തതേ ഇതിങ്ങനെ നിങ്ങൾ ഉറങ്ങുകയാണ് ആ സാധനം. ഇത് സംഭവം കേട്ടോ. ഇനിയൊരു ഗുഹയിലേക്ക് കയറാൻ പോവാണ്, കാണാൻ പറ്റൂല. അമ്മി കണ്ട അതെ ഇതാണ്. ഇവിടെ ഈ സ്റ്റാമ്പ്സ് കളക്ഷൻസ് പിന്നെ മുദ്രപത്രം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കൂടുതലും കൊടുത്തിരിക്കുന്നത്. അത് ഇതൊക്കെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ട കുറേ സംഭവങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. വെറൈറ്റി MBA ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റാണെന്ന് തോന്നുന്നത്. ബുക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതുള്ള എനിക്കിഷ്ടമായി. ദ ചേഞ്ചിങ് വർക്ക് പ്ലേസ് പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ. ദൂരദർശൻ്റെ ഓരോ പ്രോഗ്രാം എവല്യൂഷൻ അതിനെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്. ഇവിടെ ഗ്രീൻ സ്ക്രീനും വെച്ചിട്ടുണ്ട്. ആകാശവാണി തിരുവനന്തപുരം കണ്ടോ. പിന്നെ നമ്മുടെ പുതിയ എഡിറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. കണ്ടോ ഓൾ ഇന്ത്യ റേഡിയോ തിരുവനന്തപുരം. ഇത് പൊളിയാണല്ലോ. കുറേ സാധനങ്ങൾ അല്ല ഇങ്ങനെയുള്ള ബിസിനസ് മാനേജ്മെന്റ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാൾക്കാരുടെ ഹെൻറി ട്രാവൽ മാനേജറാണ്. പഠിക്കാനുള്ള ഒരു MBA കാരുടെ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉള്ളതായിരിക്കണം. സംഭവം അടിപൊളിയാണ്.
കുറേ സ്റ്റാൾ വന്നിട്ടുണ്ട് ഇവിടെ തന്നെ കേട്ടോ. ഒരു ഗെയിംസിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഭയങ്കര തിരക്കാണ്, ഒരു രക്ഷയില്ല. ഈ കോട്ടിനെ കുറിച്ചൊക്കെ പറയുന്നത്, ബിസിനസ്സുകാർ ഇടുന്ന കോട്ടിനെ കുറിച്ച് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ. ഒറിജിനലായിട്ടുള്ള പെരിയാറിൻ്റെ ഒരു സംഭവമാണ്. പക്ഷെ അവിടെ ഭയങ്കര തിരക്കാണ്, കയറാൻ പോലും ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോകണം. ഒരു രക്ഷയില്ല കേട്ടാ. ഞങ്ങള് മൂന്നര മണിക്കൂറായി ഇവിടെ വന്നിട്ട് ഒരു കണ്ട് തീർന്നു, ഒരു പകുതി പോലും ആയിട്ടില്ല അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം വലിയ തിരക്കില്ലാതെ വന്ന് കണ്ട് മൊത്തം കാണാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. ഇത് വൈകിട്ട് 7:30 അടയ്ക്കുകയും ചെയ്യും. ഇത്രയും തിരക്കിലടക്കി തന്നെ എടുത്ത് ഇതെല്ലാം പൂർത്തിയാക്കാന്ന് പറഞ്ഞാൽ മാജിക്കാരന് പോലും ചെയ്യാൻ പറ്റൂല ഇത്രയും സെറ്റപ്പിൽ. കാരണം നമ്മളൊരു കുറച്ച് മാത്രം, അല്ലെ പിന്നെ ഭയങ്കര വലിയ വീഡിയോ ഒക്കെ ആയിപ്പോവും. അപ്പോൾ കുറച്ച് നമ്മൾ ഇനി ബാക്കി ഒരു വേറെ പാർട്ടായിട്ട് എടുക്കാം. കുറച്ച് ഇനി വൈകിട്ട് എങ്ങാനും എടുക്കാൻ നോക്കാം. അപ്പോൾ വേറെ ഒന്നുമില്ല, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ സൈനിങ് ഓഫ് വിത്ത് രാഹുൽ. രാത്രിയാണ്. അപ്പോൾ രാത്രി കാണാം. ശരി എന്നാൽ ബൈ.